ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുപോലെയുള്ള തോന്നലുകൾ കൊണ്ട് പലപ്പോഴും അബദ്ധം പറ്റുന്നത്. അല്ല അമ്മേ, തോന്നലല്ല, അത് അർച്ചന തന്നെ ആയിരുന്നു. മോനെ, അത് അവളല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അവള് അവിടെ തന്നെ കാണും. സച്ചേട്ടാന്നുള്ള അവളുടെ വിളി കേട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതാ. അപ്പോഴാ CA എന്നെ നീ കണ്ടത് അർച്ചനയായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴും അവൾ ആശുപത്രി തന്നെ കാണണ്ടേ? ഞാൻ അവിടുത്തെ എല്ലാ മുറികളും നോക്കി. അർച്ചന അവിടെ എങ്ങും ഇല്ല. ആരെ കണ്ടാലും അർച്ചനേട്ടത്തിയാണെന്നും പറഞ്ഞ് പിന്നാലെ പോയി തല്ലു വാങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ സച്ചേട്ടാ? എന്റെ ഊണിലും ഉറക്കത്തിലും അവളും കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം സത്യമാ. മുമ്പ് ഒരുപാട് തവണ അർച്ചനയാണെന്ന് കരുതി ഞാൻ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് അനുവേട്ട. പക്ഷെ ഇതങ്ങനെയല്ല. മോനെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കണ്ടത് അർച്ചനയെ തന്നെയാ. സച്ചേട്ടാ, അനുപേട്ടൻ പോയി അന്വേഷിച്ചല്ലേ? എന്നിട്ട് കണ്ടില്ലല്ലോ. ഇനി ഇതുപോലെ കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ നടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ സച്ചേനെ കണ്ട് നിലവിളിച്ചുകൊണ്ട് അർച്ചനയെടുത്തി ഓടി വന്നു എന്നല്ലേ പറഞ്ഞത്? ആ അതെ. അങ്ങനെയുള്ള അർച്ചനയെടുത്തി സച്ചേനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന കണ്ടാൽ വെറുതെ ഇരിക്കോ? ആരൊക്കെ തടഞ്ഞാലും പിന്നാലെ വരില്ലേ? എന്നിട്ടും അർച്ചനയെടുത്തി എന്താ ഇതുവരെ വരാതിരുന്നേ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, സച്ചി കണ്ടത് അച്ചുവിനെ അല്ല. മോനെ, സച്ചി, ഇത്രയും കാലത്തിന് ശേഷം അവള് നിന്നെ കണ്ടെങ്കിൽ പോലീസല്ല പട്ടാളം നിന്നെ കൊണ്ടുപോയാലും ഭ്രാന്ത് പിടിച്ച പോലെ ഏത് ചങ്ങനെയും പൊട്ടിച്ചിട്ടായാലും അവള് നിന്റെ അടുത്തേക്ക് ഓടി വന്നാനെ. അങ്ങനെ തന്നെ അനുവേട്ട വന്നത്. അതിനിടയിലാ എന്നെ പോലീസ് പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് അവളുടെ പിന്നാലെ ചിലർ ഓടി വന്ന കാര്യം. അവരെല്ലാരും കൂടി ചേർന്ന് അർച്ചനെ പിടിച്ചു വലിച്ച് ബലമായിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് വിശ്വസിക്കൂ. ഞാൻ പറയുന്ന കള്ളമല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി മോനെ? അതമ്മേ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കാണും. ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും വിശ്വാസം ആയില്ലല്ലേ? ആരും വിശ്വസിക്കണ്ട. എനിക്കറിയാം എന്റെ അർച്ചനെ കണ്ടുപിടിക്കാൻ. അവളെ ആരൊക്കെയോ ചേർന്ന് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുക. അവളെന്നെ സച്ചേട്ടാന്ന് വിളിച്ച ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴുകുന്നുണ്ട്. അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്ന കാഴ്ച ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നല്ല, ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല.